ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുറച്ച് മാന്തളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാന്തൾ നമുക്കൊരു 1/4 കിലോ മാന്തളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിപൊളിയായി ഒന്ന് വറുത്തെടുത്തിട്ട് വരണം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഈ ഒരു മാന്തളൊക്കെ ഒന്ന് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എടുത്തു വെച്ച ഉണക്ക മാന്തൽ, ഇവിടെ ഉണക്ക നങ്കി എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. നല്ല അടിപൊളി മുളക് പൊടിയാണ്, വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നല്ല ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ നന്നായിട്ട് അങ്ങോട്ട് മീനിൽ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം. ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം ഗൈസ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയും കൂടിയാണ് ഈ ഒരു മീൻ വറുത്തത്. എല്ലാവർക്കും ഇഷ്ടമല്ല ഈ ഒരു മീൻ വറുത്തത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമ്മി വെച്ച ഉണക്ക മാന്തലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മീനും നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് നന്നായിട്ട് മൊരിയട്ടെ. മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഏത് ഓയിലാണെങ്കിലും നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി ഒരു സൈഡ് നന്നായിട്ട് മൊരിയുന്നവരേക്കും നമുക്കിതിനൊരു ലോ ഫ്ലെയിമിൽ വെച്ച് മൊരിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, വൺ സൈഡ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാണ് അടുത്ത സൈഡ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവുള്ളൂ. എന്താ കണ്ടില്ലേ, നല്ല മുരുന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് വേറെ സൈഡ് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഇനി അടുത്ത സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത സൈഡ് കൂടെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ള ഉണക്ക മാന്തൽ അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്താലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ടേസ്റ്റി മാന്തൽ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇത്. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ മുറുമുറാന്ന് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല മോരൊഴിച്ചൊക്കെ ചോറിന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നല്ല കഞ്ഞിയൊക്കെ ഒഴിച്ച് കൊണ്ടുമ്പോൾ ഈ ഒരു ഉണക്ക മാന്തൽ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയല്ലേ ഗൈസ് ചോറിനാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.